വിൽപ്പനയാണ് നടക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട മുഹമ്മദ് മുഹമ്മദിക്കാണ് ഫസ്റ്റ് സൈൻ സ്വീകരിക്കുന്നത്. ദയവുചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒരേ സമയം ഷോറൂം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന് അഭിമാനമായി ലൈബ വെഡിങ് സെന്ററിന്റെ വലിയ ഈ ഷോറൂം ഇവിടെ ഇന്ന് മുതൽ തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട നാട്ടുകാരുടെ സഹകരണം. ഓരോ സ്ഥാപനങ്ങളും ഒരു നാടിന് അനുഗ്രഹമാണ്. അതുപോലെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങളാണ്. അതിലുപരി നമ്മൾ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങുന്നതിന് ബദൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒരു സ്ഥാപനത്തിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഇവ പടർന്ന് പന്തലിച്ച് ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുപോലെ ഇതിൻ്റെ ഫ്രാഞ്ചൈസികൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എനിക്ക് നിങ്ങളെല്ലാവരും തന്നുകൊണ്ടിരിക്കുന്ന പിന്തുണ, പ്രത്യേകിച്ച് ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ, അത് വലിയ സൗഭാഗ്യമായി കരുതുന്നു. ഇത്രയും വർഷമായിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടാണ് നമ്മുടെ കലാജീവിതത്തിൽ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. അല്ലേ റഹ്മാനെ? നമ്മളെല്ലാവരും അപ്പോൾ ഇക്ക പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 7 വർഷക്കാലമായി ലൈബയുടെ 3 ഷോറൂമുകൾ വന്നു. ഓരോ കൊല്ലവും കൂടുതൽ വെറൈറ്റികളും കളക്ഷനും ഒക്കെ ആയിട്ട് ലൈബ നിങ്ങളെയും എന്നെയും ഒരേപോലെ എത്തിച്ചുകൊണ്ടിരുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പതാ ഈ ഒരു 2026 ഫെബ്രുവരി മാസത്തിൽ ലൈബയുടെ റിനോവേറ്റ് ചെയ്ത ഷോറൂം ഇവിടെ വണ്ടൂർ വന്നത്. ഒരു നാടിനെ അറിഞ്ഞ് ആ നാടിനെ ഏറ്റവും ട്രെൻഡി ആക്കി നിർത്താനുള്ളതെല്ലാം ലൈബയിലുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉറപ്പാണ് ഇത്രയും നാട്ടുകാർ ഇവിടെ കൂടിയിട്ടുള്ളത്. ലൈബയിൽ നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണ് ലൈബയോട് കാണിക്കുന്നത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. കഴിഞ്ഞ 7 വർഷക്കാലമായി ലൈബയുടെ ജേണിയിൽ എനിക്കും ഒരു ഭാഗമാവാൻ പറ്റി. എനിക്കൊന്നും ഇതിന് മുന്നേ ഞാനിവിടെ വന്നപ്പോഴത്തേക്കും കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാവരെയും ഇതിന് മുന്നേ ഞാൻ വന്നപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അപ്പൊ ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും തിരിച്ചു വരുമ്പോഴത്തേക്കും തിരിച്ച് ബാക്ക് ടു അവർ ഹോം, വീട്ടിലേക്ക് വന്നൊരു ഫീലാണ് കിട്ടുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം ഈ ഒരു ജേണിയുടെ ഭാഗമാകാൻ പറ്റിയതിൽ. ഇത്രയും കാലം നിങ്ങൾ ലൈബയ്ക്ക് കൊടുത്ത സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഇനിയും ഒത്തിരി കാലം കൊടുക്കുന്നത് തന്നെയാണ് പറയണത്. അപ്പൊ പൊളിക്കല്ലേ നമ്മള്? അല്ലേ? അത് മതി. ഓക്കെ.